നടിയെ ആക്രമിച്ച കേസിൽ നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയും. കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വിധിയാണത്. ലോകത്തിലെ മുഴുവൻ മലയാളികളും ഈ വിധി നാളെ ശ്രദ്ധിക്കും. കാരണം മലയാളത്തിലെ ഏറ്റവും നല്ല നടന്മാരിൽ ഒരാൾ തന്നെയായിരുന്നു ദിലീപ്. വ്യത്യസ്തമായ സിനിമകൾ അദ്ദേഹത്തിൻ്റെ മലയാളികൾ കണ്ട് അത് ആസ്വദിച്ചു. അദ്ദേഹത്തിനെ മലയാളത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനീയനായ ഒരു നടനായിട്ട് എല്ലാവരും കരുതിക്കൊണ്ടിരുന്നു. ഈ സന്ദർഭത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആരോപണം. കാരണം നടിയെ പീഡിപ്പിച്ചു, അവരെ റേപ്പ് ചെയ്തു, അങ്ങനെ ഒരു ആരോപണം. പൾസർ സുനി ആണ് അത് ചെയ്തത്. 2017 ഫെബ്രുവരി മാസം 16-ാം തീയതി രാത്രി അവർ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വരുമ്പോൾ അങ്കമാലി വെച്ച് അവരുടെ വാഹനം ഇന്റർസെപ്റ്റ് ചെയ്ത് പൾസർ സുനിയും 5 പേരും അവരെ ലൈംഗികമായി പീഡിപ്പിച്ചു. അത് ഒരു ഗാങ് റേപ്പ് എന്ന് പറയാം. ഇതൊരു കൊട്ടേഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നാണ് തുടക്കം മുതലെയുള്ള ആരോപണം. കൊട്ടേഷൻ കൊടുത്തത് ദിലീപാണ്. ദിലീപും നടിയും തമ്മിലുള്ള വൈരാഗ്യം കൊണ്ട് ദിലീപ് പകരം വീട്ടിയതാണ് ആ സംഭവം. അതിനൊരു കൊട്ടേഷൻ കൊടുത്തു. ഇന്ത്യയിൽ പീഡനത്തിന് കൊട്ടേഷൻ കൊടുക്കുന്നത് ആദ്യ സംഭവമാണ്. അത് മലയാളത്തിൽ തന്നെ സംഭവിച്ചു. അതിൻ്റെ ബ്രെയിന് ദിലീപാണ് എന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസിൻ്റെ അന്വേഷണം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചു. അത് ബിജു പൗലോസ് എന്ന DYSP ആയിരുന്നു. അന്ന് അദ്ദേഹം CA ആയിരുന്നു. അദ്ദേഹമാണ് ഈ തുടക്കത്തിൽ ഈ കേസ് അന്വേഷിച്ചത്. ആ കേസിൻ്റെ തുടർച്ചയായുള്ള അന്വേഷണം അദ്ദേഹത്തിന് തന്നെ ഗവൺമെൻറ് ഏൽപ്പിച്ചു. അതിനകത്ത് ഒരു ഗൂഢാലോചനയുണ്ടോ ഇല്ലെന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ദിലീപും അതേസമയത്ത് പൾസർ സുനിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ദിലീപിൻ്റെ കോടതിയിലെ ആർഗ്യുമെൻ്റ് എല്ലാം പൾസർ സുനിയായിട്ട് അടുപ്പമില്ല, പരിചയമില്ല, ബന്ധമില്ല. എന്നാൽ പോലീസ് അത് കണ്ടെത്തി. പൾസർ സുനിയായിട്ട് ദിലീപിന് നല്ല ബന്ധമുണ്ട്. അതൊരു കൊട്ടേഷനായിരുന്നു. കാരണം ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള ബന്ധം അത് അഴിയാനുള്ള മെയിൻ കാരണം കാവ്യ മാധവനുമായിട്ടുള്ള ദിലീപിൻ്റെ അടുപ്പം. ഇപ്പം കാവ്യ മാധവൻ ദിലീപിൻ്റെ ഭാര്യയാണ്. ആ ഒരു ബന്ധത്തിലെ മഞ്ജു വാര്യരും അതുപോലെ തന്നെ ദിലീപും തമ്മിൽ ആ ബന്ധം മുറിഞ്ഞു, വേർപെട്ടു. മഞ്ജു വാര്യർ ഈ ഒരു പ്രശ്നത്തിൽ ചില തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ടായി. ആ നടി മുഖേന, നടിയാണ് ഈ വിവരങ്ങൾ മഞ്ജു വാര്യരെടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് ആ നടിക്കൊരു പണി കൊടുക്കണം എന്ന് വിചാരിച്ചാണ് ദിലീപ് ഈ കൊട്ടേഷൻ കൊടുത്തത്. അങ്ങനെയാണ് കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയത്. കൊട്ടേഷൻ കൊടുത്തു. 1.5 കോടി രൂപയ്ക്കാണ് പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തത്. അവരെ അൺനാച്ചുറൽ ഒഫൻസ് രീതിയിൽ, അസ്വാഭാവികമായ രീതിയിൽ അവരെ ഒരു സെക്ഷൽ അസാൾട്ട് നടത്തണം, അത് ഫിലിം ചെയ്യണം, അത് റെക്കോർഡ് ചെയ്ത് തന്നെ ഏൽപ്പിക്കണം. 1.5 കോടി രൂപ കൊട്ടേഷനാണ്. അതിനകത്ത് നടി പൂനെയിലെ ഒരു സിനിമയിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നടിയുടെ ഡ്രൈവർ തന്നെയായിരുന്നു പൾസർ സുനി. അതിനു മുമ്പ് സിനിമാ മേഖലയിലുള്ള പലരുടെയും ഡ്രൈവറായിരുന്നു. അതുകൊണ്ട് സിനിമാ മേഖലയിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് പൾസർ സുനി. പൾസർ സുനി പൂനെയിൽ നിന്ന് നടി കേരളത്തിലേക്ക് വരുന്ന വഴിക്ക്
ആ സമയത്ത് ഈ കൊട്ടേഷൻ നടപ്പാക്കണം എന്നാണ് കരുതിയത്, നടന്നില്ല. പിന്നീട് നടക്കാതിരിക്കാനും എത്രയും പെട്ടെന്ന് നടക്കേണ്ട ഒരു ആവശ്യം സമ്മർദ്ദമേറി. അങ്ങനെ നടി തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്ത് വരുന്ന വഴിക്ക് അങ്കമാലി വെച്ചിട്ട് ആ വാഹനം ഇന്റർസെപ്റ്റ് ചെയ്ത് നടിക്ക് ഏറ്റവും പരിചയമുള്ള ഒരു വ്യക്തി തന്നെ കാറിൽ ഇടയ്ക്ക് വെച്ച് കയറി അവരെ പീഡിപ്പിച്ചു. പൾസ സുനിയെ നന്നായിട്ട് അറിയാം. പൾസ സുനിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ഒഫൻസ് ഉണ്ടാകുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ആ ഒരു കേസിനകത്ത് അവരെ ഭയപ്പെട്ട് അവർ റിലീസ് ചെയ്തപ്പം എറണാകുളത്ത് അവിടെ വരികയും ആ സന്ദർഭം പി ടി തോമസ് MLA ആ പ്രശ്നത്തിൽ ഇടപെട്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയും അങ്ങനെയാണ് ഈ കേസ് ഉണ്ടാകുകയും ചെയ്തത്. ക്രൂരമായ ഒരു സെക്ഷൽ അസോൾട്ട് തന്നെയായിരുന്നു അത്. എന്തായാലും ആ കേസിൻ്റെ അന്വേഷണം ബിജു പൗലോസ് ഏറ്റെടുത്തു. അന്വേഷണം 2017 മുതൽ 2024 വരെ വന്നു. അതിൻ്റെ ഇടയ്ക്ക് ആദ്യത്തെ ചാർജ് ഷീറ്റ് കൊടുത്തതിന് ശേഷം രണ്ടാമത് പുതിയ തെളിവുകൾ വന്നതോടുകൂടി അതിൻ്റെ ട്രയൽ നിർത്തിവെച്ചിട്ട് വീണ്ടും അന്വേഷണം തുടങ്ങി. അതിനുശേഷം കുറ്റച്ചാർജ് ഹാജരാക്കി. വർഷങ്ങളങ്ങ് നീണ്ടു. നിയമപ്രശ്നങ്ങൾ ധാരാളം വന്നു. ദിലീപ് ശക്തിമാനാണ്. സിനിമാ ഫീൽഡിൽ അതുപോലെ പിന്തുണക്കാരുണ്ട്. സാമ്പത്തികമായി വലിയ ഉന്നതി നിൽക്കുന്ന ആളാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ അഡ്വക്കേറ്റ് രാമൻപിള്ള തന്നെയായിരുന്നു ആ കേസ് കോടതിയിൽ അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചത്. ആ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കിയത് ബിജു പൗലോസാണ്. അദ്ദേഹം DYSP ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് പ്രോസിക്യൂഷന് വന്ന 1-2 അഡ്വക്കേറ്റന്മാർ അതിൽ നിന്ന് പിന്മാറിപ്പോയി. അവസാനം തിരുവനന്തപുരത്തുണ്ടായിരുന്ന അഡ്വക്കേറ്റ് അജയകുമാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് വന്നു. ഈ കേസിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ട്രയൽ നടത്തി. അദ്ദേഹം ട്രയൽ കംപ്ലീറ്റ് ആക്കി നിറം വരെ കൂടെ നിന്നു. അതിനുശേഷം സാക്ഷി വിസ്താരം തീർന്നു, ആർഗ്യുമെന്റ് വന്നു. ബൈജു പൗലോസിനെ ഏകദേശം 120 ദിവസത്തോളം പ്രതിഭാഗം അഡ്വക്കേറ്റ് ദിലീപിൻ്റെ അഡ്വക്കേറ്റ് ക്രോസ് ചെയ്തു. രണ്ടാമത്തെ കുറ്റച്ചാർജ് അന്വേഷണം നടത്തി പൂർത്തിയാക്കി കൊടുക്കാൻ പ്രധാന കാരണം ബാലേന്ദ്രകുമാർ എന്ന ഒരു സംവിധായകൻ, പ്രൊഡ്യൂസർ, ദിലീപിൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു എവിഡൻസ് ആ ബിജു പൗലോസിൻ്റെ മുമ്പാകെ കൊടുത്തു. കാരണം ഈ സംഭവത്തിന് ശേഷം ഇതിൻ്റെ ദൃശ്യം ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് താനും ദിലീപിൻ്റെ അനിയനും ദിലീപിൻ്റെ ഭാര്യയുടെ സഹോദരന്മാരും കാവ്യമാധവൻ്റെ ബ്രദറും അങ്ങനെ അവർ കുറേ ആൾക്കാർ ആ ദൃശ്യം മുഴുവൻ കണ്ടു. അതാണ് വളരെ വൈറ്റലായ ഒരു എവിഡൻസ്. കൊട്ടേഷൻ കൊടുത്ത ആളുടെ കയ്യിൽ തന്നെ ഈ ദൃശ്യങ്ങൾ എത്തി എന്ന് പോലീസിന് ബോധ്യമായി. അപ്പോൾ ആ കൊട്ടേഷൻ കൊടുക്കുന്നത് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിൽ കൃത്യത്തിലെ 8-ാം പ്രതി ദിലീപ് പങ്കെടുത്തിട്ടില്ല. കൊട്ടേഷനായിരുന്നു കൊടുത്തത്. 1.5 കോടിക്ക് കൊടുത്ത കൊട്ടേഷനാണ്. ദിലീപും പൾസർ തുണിയും തമ്മിൽ ലോഹ്യമുണ്ട്, അവർ സുഹൃത്തുക്കളാണ്, അവരൊരു കോൺസ്പിറസി നടത്തി. അതിനുള്ള തെളിവുകൾ പോലീസ് ശേഖരിച്ചു. 4 സിനിമാ ലൊക്കേഷനിൽ അവർ ഒന്നിച്ചുണ്ടായിരുന്നു, ഒന്നിച്ച് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. പൊതുവായി 7 സ്ഥലത്ത് വെച്ച് ഇവർ ബന്ധപ്പെട്ടു ഈ കൊട്ടേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ്. അത് എന്തായാലും തെളിവിൽ വന്നു. 120B ഗൂഢാലോചനയ്ക്ക് തെളിവായി എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ദിലീപ് ആർക്ക് കൊട്ടേഷൻ കൊടുത്തോ അവർ കൊട്ടേഷൻ എക്സിക്യൂട്ട് ചെയ്തു. അതിലേക്ക് അവരുടെ പേരിൽ എന്തെല്ലാം കുറ്റങ്ങൾ പോലീസ് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ടോ അതേ കുറ്റങ്ങൾക്ക് ലയബിളാണ് ആ കൊട്ടേഷൻ കൊടുത്ത ആളും. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് മേജർ 2 ഒഫൻസ് റേപ്പുണ്ട് 376,
അത് ഗാങ് റേപ്പാണ്. 4-5 പേരെ കാറിലുണ്ടായിരുന്നു. അവരെയാണ് ഈ പൾസസുനി അവരെ അൺനാച്ചുറൽ വേയിൽ അവരെ പീഡിപ്പിക്കുമ്പോൾ സമയത്ത് ഇവരുടെ സഹായത്തോടു കൂടിയാണ്. അപ്പം 376D കൂട്ടായ മാനഭംഗം, അതിനകത്ത് തീർച്ചയായിട്ടും 20 years ശിക്ഷ, അല്ലെന്നുണ്ടെങ്കിൽ ലൈഫ് ഇംപ്രിസ്മെൻറ്റ്, നോട്ട് എക്സീഡിങ് 20 years എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20 വർഷത്തെ ശിക്ഷയാണ്. 376 അവരെ പീഡിപ്പിച്ചു, അത് റേപ്പാണ്, അത് പ്രൂവ് ചെയ്തിട്ടുണ്ട് കോടതിയിൽ. പൾസസുനിയുടെ കൂടെ കൃത്യത്തിന് പങ്കെടുത്തവരെല്ലാവരും പ്രതിയാണ്, അതിന് ശിക്ഷ അനുഭവിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയെങ്കിൽ 120B അവിടെ ഗൂഢാലോചനയിലുണ്ട്, അത് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ശിക്ഷ അങ്ങോട്ട് കൊടുക്കണം. 376D കൂട്ടമാനഭംഗത്തിന് ലൈഫ് ഇംപ്രിസ്മെൻറ്റോ 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അങ്കമാലിനെ തട്ടിക്കൊണ്ടുപോയി മറ്റേ പ്രതികളുടെ കൺട്രോളിൽ തന്നെയായിരുന്നു നടി. അപ്പോൾ അതിനൊരു 7 വർഷത്തെ ശിക്ഷയാണ് പറയുന്നത്. 366 പ്രൂവഡ് ആയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇന്നത്തെ പല തെളിവുകളും നശിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. കാരണം മൊബൈലിലുള്ളതും അതുപോലെ കോടതിയിൽ ഇരുന്ന തുണ്ടി മുതലിനകത്ത് ചില മാനിപ്പുലേഷൻ നടത്തിയതൊക്കെ കണ്ടു. തെളിവ് നശിപ്പിക്കുന്നതിനൊക്കെ ഏതായാലും ഒരു ലൈഫ് ഇംപ്രിസ്മെൻറ്റ് കൊടുക്കുന്നതിനായതുകൊണ്ട് 3 വർഷത്തെ ശിക്ഷ അവിടെ ലഭിക്കണം. മറ്റൊരു കാര്യം, ദിലീപ് IT ആക്ടിനകത്ത് കുറേ അധികം കസർത്ത് നടത്തിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും കുറ്റകരമാണ്. അത് മിനിമം 3 വർഷമെങ്കിലും ആ കേസിനും കുറ്റം ഉണ്ടാവും. അതുപോലെ 366 ഞാൻ പറഞ്ഞല്ലോ, കിഡ്നാപ്പിംഗ് തട്ടിക്കൊണ്ടുപോകൽ 7 വർഷം. പൊതുവെ ഇതെല്ലാം കൂടെ ഒന്നിച്ച് അനുഭവിച്ചാൽ 20 വർഷത്തെ ശിക്ഷ ലഭിക്കുമെന്നാണ് കരുതുന്നത്. ധാരാളം സംഭവങ്ങൾ നമുക്ക് ഇതേപ്പറ്റി ഓർമ്മ വരുന്നുണ്ട്. ആദ്യത്തെ കേസിൻ്റെ അകത്ത് പ്രതിഭാഗത്തിന് അവരുടെ വാദഗതികൾ, ഒരു കേസ് കംപ്ലീറ്റ് ചെയ്ത് ചാർജ് ഷീറ്റ് കൊടുത്ത ശേഷം അതിൻ്റെ ട്രയൽ തുടങ്ങി, കുറേ സാക്ഷികളെ വിസ്തരിച്ച് കഴിഞ്ഞപ്പോൾ അത് നിർത്തിവെച്ച് വീണ്ടും അന്വേഷണം നടത്തി. അത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അധികാരം പോലീസിനുണ്ട്. പുതിയ തെളിവിൻ്റെ വെളിപ്പെടുത്തൽ വന്നതോടുകൂടിയാണ് അത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, ആ കേസിൻ്റെ ട്രയൽ നിർത്തിവെച്ചിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി വീണ്ടും കുറ്റചാർജ് കൊടുത്തത്. ബാലേന്ദ്ര കുമാർ എന്ന വ്യക്തിയുടെ മൊഴി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം കഴിഞ്ഞ വർഷം മരിച്ചുപോയി. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മൊഴി കൊടുത്തു. പ്രതിഭാഗം വക്കീല് അദ്ദേഹം ആശുപത്രി കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിനെ ക്രോസ് ചെയ്യുന്നത്. ഓൺലൈനിൽ അത് ക്രോസ് ചെയ്യുകയും ചെയ്തു. മരണം വരെ സത്യം ജയിക്കാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രകുമാർ ഉറച്ചു നിന്നു. പല പ്രേരണകളും അദ്ദേഹത്തിന് ഉണ്ടായി, പക്ഷേ അദ്ദേഹം വഴിപ്പെട്ടില്ല. അദ്ദേഹത്തിന് എതിരായിട്ട് ഒരു റേപ്പ് കേസ് ദിലീപിൻ്റെ ആൾക്കാർക്ക് രജിസ്റ്റർ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു. 50, 53, 57 വയസ്സുള്ള ഒരു സിനിമാ നടി ആ കേസ് വാദിയായിട്ട് വന്നു. അവർക്ക് ഏതാണ്ട് 7000 രൂപ അന്ന് ആ നടിക്ക് കൊടുത്തു. അങ്ങനെയാണ് അവർ വാദിയായിട്ട് അവരെ ഈ ബാലേന്ദ്രകുമാർ പീഡിപ്പിച്ചു എന്നൊരു കേസുമായിട്ട് വന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ മെൻ്റലായിട്ട് ബാലേന്ദ്രകുമാറിനെ തകർക്കാൻ നോക്കി, വിലപ്പോയില്ല. അതുപോലെ തന്നെ ഈ കേസിനകത്ത് 354 അവരെ ഇൻറ്റിമിഡേറ്റ് ചെയ്തു, അങ്ങനെയാണ് അവരെ പീഡിപ്പിച്ചത്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും 354 IPC 354D IPC കൂടെ ചേർത്ത് അതിനും ഒരു 3 വർഷം ലഭിക്കാം. പൊതുവെ എല്ലാ പ്രതികൾക്കും എൻ്റെ കണക്കുകൂട്ടലനുസരിച്ച് 20 വർഷത്തെ, ഒന്നെങ്കിൽ ലൈഫ് ഇംപ്രിസ്മെൻറ്റ് അല്ലെങ്കിൽ 20 വർഷത്തെ തടവ്. അതിനോടൊപ്പം തന്നെ അത് തെളിവ് നശിപ്പിച്ചതിനും അതുപോലെ IT ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾക്കൊക്കെ അതിനെല്ലാം കൂടെ ചേർന്ന് പല ശിക്ഷകളും 3 വർഷം മുതൽ 3 വർഷവും 7 വർഷമൊക്കെ ശിക്ഷ ഉണ്ടെങ്കിലും അതെല്ലാം ഒന്നിച്ചനുഭവിച്ചാൽ മതി എന്നാണ് അങ്ങനെയായിരിക്കണം കോടതി മിക്കവാറും വിധി ന്യായത്തിൽ പറയുന്നത്. എന്തായാലും നാളെ ഇതിൻ്റെ വിധി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു കേസിൻ്റെ ട്രയലും അന്വേഷണവും ഒക്കെ 2017 മുതൽ ഏകദേശം 8 വർഷം നീണ്ടു നിന്നു. നിരന്തരം ഈ കേസിൻ്റെ നിയമപ്രശ്നങ്ങൾ ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും ഡിവിഷൻ ബെഞ്ചിലും
സുപ്രീം കോടതിയിലൊക്കെ പോയി മടങ്ങി വരികയും അങ്ങനത്തെ ട്രയൽ ആരംഭിക്കുകയും ഇടയ്ക്ക് ട്രയൽ നിർത്തിവെക്കുകയും അങ്ങനെയൊക്കെ ധാരാളം സംഭവങ്ങളുണ്ടായി. പാറ പോലെ ഇതിനകത്ത് ഉറച്ചു നിന്നു ബൈജു പലോസ് DYSP, ഒപ്പം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ രാജകുമാറും. അവർ രണ്ടുപേരെയും ആർദ്രമായി ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം സത്യത്തിന് വേണ്ടിയിട്ട് അവർ പടപൊരുതിയിട്ടുണ്ട്. ഒരു വിട്ടുവീഴ്ചയും തയ്യാറാകാതെ അഡ്വക്കേറ്റ് രാജകുമാർ കോടതിയിലെ പ്രതിഭാഗം വക്കീലന്മാരെ ഇവിടെയൊക്കെ എതിർത്ത് നിൽക്കുന്നതും കൗണ്ടർ അടിക്കുന്നതും അവരെ കൗണ്ടർ എവിഡൻസ് കൊണ്ടുവരുന്നതും ആർഗ്യുമെന്റ് അത്യുജ്വലമായി അദ്ദേഹം കോടതിയിൽ അവതരിപ്പിച്ചു എന്നതാണ്. എല്ലാ തെളിവുകളും ദിലീപിന് എതിരായിട്ടുള്ളത് കോടതിയിൽ മാർക്ക് ചെയ്യിച്ചിട്ടുണ്ട്. ഇവിടെ സാക്ഷികളുടെ മൊഴികളുണ്ട്. അതെല്ലാം കൃത്യമായി തന്നെ കോടതി മുമ്പാകെ അവരെ ആർഗ്യുമെന്റ് സമയത്ത് അവതരിപ്പിച്ചു. കോടതി അതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദിലീപിന്റെ ഭാഗത്ത് അഡ്വക്കേറ്റ് രാമൻപിള്ളയും അദ്ദേഹം ഈ കേസിനകത്ത് തുടക്കം മുതലേ ദിലീപിനെ രക്ഷപ്പെടുത്താനുള്ള രീതിയിലുള്ള ആർഗ്യുമെന്റുകളും കൗണ്ടർ എവിഡൻസുകളും ഒക്കെ കൊണ്ടുവന്നു. എങ്കിലും പൊതുവായി നോക്കിക്കഴിഞ്ഞപ്പോൾ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം പല വഴിക്കൂടെ ദിലീപിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതെന്തായാലും അദ്ദേഹത്തിന് തന്നെ ഒരു പ്രഹരമായിട്ട് തന്നെ വരും എന്നാണ് ഞാൻ കരുതുന്നത്. അത് തന്നെയല്ല, പൾസർ സുനി ജയിലിൽ വെച്ചൊരു ലെറ്റർ എഴുതി അയച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡോക്യുമെൻ്റാണ്. അത് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു തടവുകാരനെ കൊണ്ട് എഴുതിപ്പിച്ച്, അന്നേരം അവരുടെ അടുത്ത് മറ്റൊരു തടവുകാരനുണ്ട്. CCTV ദൃശ്യത്തിൽ കൂടെ തെളിഞ്ഞ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ആ ലെറ്റർ ദിലീപിൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പണം ചോദിച്ചുകൊണ്ടുള്ളതാണ്. ഇതിനകത്ത് പൾസർ സുനിക്ക് 1.5 കോടി കൊടുത്ത് ഇല്ലയോ എന്നറിയില്ല. എങ്കിലും ഇതിനകത്ത് സാക്ഷിയായി വന്ന പല ആൾക്കാരും, അത് ദിലീപുമായിട്ട് അടുപ്പമുള്ളവർ പലരും പൾസർ സുനിക്ക് പണം കൊടുത്തതായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് തെളിവിലായിട്ട് എന്തായാലും വന്നു. ദിലീപിന് വേണ്ടി പണം കൊടുത്തത് നാദിർ ഷാ 30,000 രൂപ കൊടുത്തതിന് എവിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ നടിയുടെ ഒപ്പം നിന്ന ചുരുക്കം ചില നടന്മാരേ ഉള്ളൂ. കുഞ്ചാക്കോ ബോബനും പൃഥ്വിരാജും ഭാമ അവസാനം കോടതി വെച്ച് അല്പം കാല് മാറി. എങ്കിലും 4-5 നടന്മാർ ഒപ്പം നിന്നു. സീനിയർ നടന്മാരെല്ലാം മറുകണ്ഠം ചാടി. അവരാരും നടിക്ക് എതിരായി ഉണ്ടായ ഈ സെക്ഷൽ ആക്രമണത്തെ അവർ അപലപിച്ച് സംസാരിച്ചെങ്കിലും അവരാരും രംഗത്ത് വന്നില്ല. അമ്മയുടെ സഹായം അല്ലെങ്കിൽ സംഘടനയുടെ സഹായം ഒട്ടുമുണ്ടായില്ല. WCC എന്ന സിനിമാ നടിമാർ കുറേ പേര് ഇതിനെതിരായിട്ട് അതിശക്തമായി രംഗത്ത് വരികയും ചെയ്തു. WCCയിൽ അവർ ദിലീപിന് എതിരായി രംഗത്ത് വന്നുകൊണ്ട് പലർക്കും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയാതെ പോയി. അവർക്ക് ജീവിതത്തിൽ സാമ്പത്തികമായി വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ എല്ലാവരും സത്യം ജയിക്കാൻ വേണ്ടി പാറ പോലെ ഈ നടിയുടെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നത് നമ്മൾ കണ്ടു. അതേസമയത്ത് അമ്മ അങ്ങനെ ഉറച്ചു നിന്നില്ല. അവരെല്ലാവരും നടിയോട് സഹതാപം കാണിക്കുന്നുണ്ട്. പക്ഷേ ആരും കോടതി മൊഴി കൊടുക്കാനൊന്നും തയ്യാറായില്ല. പലരും സാക്ഷിയായെങ്കിലും അവരെ മറുകണ്ഠം ചാടുമെന്ന് അറിയാവുന്ന പലരും വിസ്തരിക്കാതെ വിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെ ഈ കേസിൻ്റെ വിധി വരുമെന്നാണ് കരുതുന്നത്. കാരണം ജഡ്ജി ഈ കേസിനകത്ത് വിധി എഴുതാൻ തന്നെ മാസക്കണക്കിന് സമയം വേണ്ടി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡോക്യുമെൻ്റ് 1400-1500 ഡോക്യുമെൻറ്റ്സ് തന്നെയുണ്ട്. അതൊക്കെ വായിച്ചു തീർക്കാനും ആ എവിഡൻസൊക്കെ വിലയിരുത്താനും അവർ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് മനസ്സിലായി. കേസ് ശിക്ഷിക്കുകയോ വിടുകയോ ചെയ്യാനാണേലും ശരി, ഈ ഡോക്യുമെൻ്റ് മുഴുവൻ വാദിഭാഗത്തെ അവരുടെ ഡിപ്പോസിഷൻസ് അല്ലെങ്കിൽ അതിനകത്ത് 142 പേരുടെ മൊഴിയുണ്ട്. ദീർഘമായ മൊഴികളാണ്. അത് ക്രോസ് ചെയ്തിട്ടിട്ടുണ്ട്. അതിൽ എവിഡൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അവർ നോക്കണം. അത് തന്നെയല്ല, അത്രയും റെക്കോർഡുകളും അത്രയും സാക്ഷിമൊഴികളും ഫോറൻസിക്കിൻ്റെ റിപ്പോർട്ടുകളും ഇതെല്ലാം അവർ മനസ്സിലെത്തി വായിച്ച് അത് തലയിൽ ഉൾക്കൊണ്ട് വേണം വിധി എഴുതാൻ. അത് വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെ. മറ്റുള്ള സാധാരണ കേസ് പോലല്ല ഇത് കാണേണ്ടത്. കാരണം ഇതിനകത്ത് ട്രയൽ അത്രയും നീണ്ടു, ക്രോസ് അത്രയും നീണ്ടു, വർഷക്കണക്കിന് ഇതിൻ്റെ ട്രയൽ നീണ്ടു നിന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് വളരെ ശ്രമകരമായ ഒരു ജഡ്ജ്മെൻറ്റ് അവർ എഴുതി തീർത്തു എന്ന് കരുതുന്നു. നാളെ 90% നാളെ വിധി ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അതിനകത്ത് പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികളെ
ശിക്ഷിക്കുന്നതോടൊപ്പം തന്നെ 8-ാം പ്രതി ദിലീപിനെയും ശിക്ഷിക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം 1-2 അപ്രൂവർ അവിടെയുണ്ട്. അവരും കുറ്റത്തിൽ അവർക്ക് കൃത്യമായി ദിലീപിനെതിരായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട്, അപ്രൂവർ, മാപ്പ് സാക്ഷികൾ. അതുകൊണ്ട് ഈ കേസിൻ്റെ മുഴുവൻ എവിഡൻസ് പരിശോധിക്കും. ഇന്ന് വരെ വെളിയിലിട്ട് നമുക്ക് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണെങ്കിലും അവിടുന്ന് ചോർന്ന് കിട്ടിയതും അത് റിലയബിൾ ആണോ എന്നറിയില്ലെങ്കിലും അതനുസരിച്ചുള്ള ഒരു വിശകലനമാണ് ഞാൻ നടത്തിയത്. അതുകൊണ്ട് ദിലീപിനെ നാളെ ശിക്ഷിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.